വിശുദ്ധമായ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ് എന്ന് നാം ചെറുപ്പകാലത്ത് തന്നെ പഠിച്ചവരാണ്. അതിൽ ഒന്നാമത്തെ വിഷയമല്ലാത്ത ബാക്കിയുള്ള നിസ്കാരമായാലും സകാത്തായാലും നോമ്പാവട്ടെ ഹജ്ജാവട്ടെ അതിനൊക്കെയും ഒരുപാട് ഷർത്തുകൾ, റുക്കുനുകൾ, ഫർളുകൾ ഉണ്ട് എന്ന് നാം പഠിച്ചവരാണ്. എന്നാൽ ഒന്നാമത്തെ വിഷയമായ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് ഇസ്ലാം കാര്യങ്ങളിൽ ആദ്യത്തെ വിഷയം. ഈ ഒന്നാമത്തെ വിഷയത്തിന് ഒരു ഷർത്തോ ഫർളോ നാം പഠിച്ചിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെയും പഠിച്ചിട്ടുണ്ട്. പഠിച്ചതുപോലെ അതിനെ നാം ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരും കൂടിയാണ്. എന്നാൽ ഷഹാദത്ത് കലിമക്കും ഒരു ഷർത്ത്, ഷഹാദത്ത് കലിമ അതിനും ഒരു ഷർത്ത്, ഒരു നിബന്ധന എന്നറിയും. ഈ ആദ്യം പറയുന്ന നിബന്ധന മഹബ്ബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഹുബ്ബ് നമ്മുടെ ഖൽബിൽ ഉണ്ടായ സ്ഥിതി നാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ചൊല്ലുന്നവരാകണം. മുമ്പൊരു മഹാനോട് ഒരാള് ഒരു ചോദ്യം ചോദിച്ചു. മഹാനായ ഇമാം ഷഅറാവി റളിയല്ലാഹു അൻഹു, ഷഅറാനി അല്ല ഷഅറാവിയാണ്, ഷഅറാവി എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. അയാളോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ മഹാൻ പറഞ്ഞു, ഉണ്ട്. നിങ്ങള് സ്വർഗം കൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. സ്വർഗം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നരകം കൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ട്. അവരിൽ ചോദ്യമുണ്ട്, അവരിൽ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരാറുണ്ട്, അതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചു. എല്ലാത്തിനും ഈമാനികമായിട്ടുള്ള മറുപടിയാണ് മഹാനായ ഷഅറാവി ഇമാം ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു അവസാനം ചോദിച്ചു, അല്ല ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലേ? ഓക്കെ, എന്നാ ഇതൊക്കെ ഇങ്ങനെ കണ്ടിനാ ചോദിച്ചു. ഞാൻ പഠിച്ചവനെ കണ്ടിനാ. സ്വർഗം കണ്ടിനാ? നിങ്ങള് നരകം കണ്ടിട്ടുണ്ടോ? അവരിന്റെ ആരാധന കണ്ടിട്ടുണ്ടോ? മുൻകർ നക്കീർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം വിശ്വസിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ട് അവസാനം പറഞ്ഞ് അവസാനത്തെ ചോദ്യമാണ്, ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ മഹാനായ ഷഅറാവി ഇമാം പറഞ്ഞു, കണ്ടിട്ടില്ല. കാണാതെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ഇന്നത്തെ കാലം അങ്ങനെയാണ്. കണ്ണിൽ കണ്ടതും ശാസ്ത്രം ഇവിടെ ശരിവെച്ചതുമായ കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ കൂട്ടം, അല്ലെ? പടച്ചോനില്ല എന്ന് പറയുന്നവരാണ്. പടച്ചോനില്ല, റസൂൽ അങ്ങനത്തെ ഒന്നും ഇസ്ലാമിലില്ല, അങ്ങനത്തെ ഒന്നും ഇല്ല, ഒരു മതമില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് അങ്ങനത്തെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് മുമ്പ് ഒരു വലിയ സമ്മേളനം നടത്തി. ലിബറിസം എന്ന് പറഞ്ഞു, മതമില്ല, നിരീശ്വരവാദികൾ, മതമില്ല എന്ന് പറഞ്ഞു. അപ്പോ അതിൽ ലക്ഷക്കണക്കിലുള്ള ആളുകൾ കൂടിയതാണ്, ലക്ഷക്കണക്കിലുള്ള ആളുകൾ അതിൽ കൂടിയതാണ്, സമ്മേളിച്ചു വന്നാണ്. വലിയ പരിപാടി. എത്ര ലക്ഷങ്ങൾ കൂടിയാലും നമുക്ക് ഈമാനുള്ള ആളുകൾക്ക് പ്രശ്നമില്ല. കാരണം എന്താ പറയുക, പരിശുദ്ധമായ ഖുർആനിന്റെ പല സ്ഥലങ്ങളിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലാകിന്ന അക്സറന്നാസി ലാ യഅഖിലൂൻ, ജനങ്ങളിൽ അധികം ആളുകളും അക്തരില്ലാത്തവരാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, ജനങ്ങളിൽ അധികം ആളുകളും ഇൽമില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, ചിന്തിക്കാത്തവരാണ്, ഫിക്റില്ലാത്തവരാണ് എന്ന് പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവന് ലക്ഷ്യങ്ങൾ ഒരുമിച്ച് കൂടിയാലും നമുക്ക് വേണ്ടാറൊന്നുമില്ല. അന്ന് പണ്ടേ പറഞ്ഞതാണ്. കാരണം അത്തരില്ലാന്ന് നടക്കാണ്. പഠിച്ചവൻ വേണ്ട, മതം വേണ്ട, ദീന് വേണ്ട, എന്ത് റസൂൽ, എന്ത് ഖുർആൻ, ഇതൊക്കെ ഈ പറഞ്ഞ് നടക്കുന്ന ആളുകൾ.
അപ്പൊ അതുപോലെയുള്ള ഒരു ചോദ്യം മഹാനായ ഇമാം ഷാറാബി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ച് അവസാനം ചോദിച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഷാറാബി ഇമാമിന്റെ മറുപടി എന്താ പറയുക? ഷാറാബി ഇമാമിന്റെ മറുപടി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, എന്റെ ഷാറാബിയാകുന്ന ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ എന്റെ ഈ കണ്ണിനെക്കാളും ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന 2 കണ്ണുകളുണ്ട്. എന്റെ 2 മുഖത്തിലുള്ള കണ്ണുകളെക്കാൾ ഞാൻ കൂടുതലായി വിശ്വസിക്കുകയും ഈമാനർപ്പിക്കുകയും ചെയ്യുന്ന 2 കണ്ണുകളുണ്ട്. ആ 2 കണ്ണുകൾ അത് നീ ചോദിച്ച കാര്യങ്ങൾ മുഴുവനും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആ 2 കണ്ണുകൾ പറഞ്ഞിട്ടുണ്ട്. അതാരുടെ കണ്ണാണ്? അത് സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ അല്ലാഹുവിനെ കണ്ടുവന്ന ആളാണ്. ഹബീബായ തങ്ങൾ സ്വർഗം കണ്ടുവന്ന ആളാണ്. ഹബീബായ തങ്ങൾ നരകം കണ്ടുവന്ന ആളാണ്. ഹബീബായ തങ്ങൾ ഖബറിന്റെ ഉള്ളിൽ അദാബ് ചെയ്യുന്നതും ശിക്ഷിക്കുന്നതും അവിടുത്തെ 2 കണ്ണുകൊണ്ട് കണ്ട ആളാണ്. ആ എന്റെ ഹബീബിന്റെ 2 കണ്ണുകൾ അത് മുഴുവനും കണ്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്ത് ശക്കാണ് എനിക്ക്? പിന്നെ അതിനെന്താ എനിക്കൊരു വെപ്രാളം? അതിനൊരു തളത്ത് ശരീരിട്ട തോണ് പോലെ ആടേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടോ? ഇല്ല. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എന്റെ കണ്ണിനേക്കാൾ ഞാൻ വിശ്വസിക്കുന്ന വേറെ 2 കണ്ണുകൾ അത് കണ്ടതായി എന്നോട് അറിയിച്ചു, എന്നോടത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഇക്കാര്യങ്ങൾ മുഴുവനും. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശ്വസിക്കാതെ ആ ഹബീബായ തങ്ങളെ മഹബത്ത് വെക്കാതെ നമ്മുടെ ഈമാൻ പരിപൂർണമല്ല. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ بك خير الخلق كلهم محمد ذكره روح لأنفسنا മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയൽ തന്നെ അത് നമ്മുടെ ശരീരത്തിനുള്ള റൂഹാണ്, നമ്മുടെ ആത്മാവിനുള്ള റൂഹാണ്. ഹബീബായ തങ്ങളെ പറയലെന്ന് മുഹമ്മദുൻ ശുക്റുഹു, ആ ഹബീബായ തങ്ങളോട് നന്ദി ചെയ്യുക എന്നത് ഫർളുൻ അലൽ ഉമമി, ഓരോ ഉമ്മത്തിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഫർളാണ്. കാരണം നാം ഇന്ന് നിസ്കരിച്ചു, നാം ഇന്ന് എല്ലാ അമലുകളും ചെയ്തു, അതൊക്കെയും നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദി വേണ്ടേ? നന്ദി ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. ആ നന്ദിയാണ് ഹബീബായ തങ്ങളെ ഓർക്കുക, ഹബീബായ തങ്ങളെ സ്നേഹിക്കുക, ഹബീബായ തങ്ങളുടെ സുന്നത്ത് അത് പിൻപറ്റുക, ഹബീബായ തങ്ങളെ പ്രകീർത്തനങ്ങൾ പറയുക, പാടുക. അതൊക്കെയും ഹബീബിനോടുള്ള ശുക്രിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണം വരെ ഹബീബായ തങ്ങളെ കുറിച്ചുള്ള മദ്ഹുകൾ പാടാനും പറയാനും മരിക്കുന്ന സമയം വരെ ഹബീബായ തങ്ങൾ നമ്മോട് പഠിപ്പിച്ച സർവ്വ സുന്നത്തുകൾ ജീവിതത്തിൽ ഇത്തിബാഅ് ചെയ്ത് അതിന്റെ മുത്തബീങ്ങളായി ജീവിച്ച് ഈമാനുള്ളവരായി മരിക്കാൻ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകല്ലോ. ഹബീബായ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പറഞ്ഞ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് വളച്ചവനെ, ഇവിടെ ഹാദിറായ മുഅ്മിനീങ്ങൾ, ഞങ്ങളുമായി വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ ഹലാലായ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. റബ്ബേ ഹബീബായ തങ്ങളുടെ നബിദിനം നല്ല സന്തോഷത്തോടെ
കൊണ്ടാണ് അതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞപ്പോ നല്ലവരായ നമ്മുടെ നാട്ടുകാരായ മുഅ്മിനീങ്ങൾ, അതിൽ പ്രവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, റബ്ബേ നല്ല മനസ്സോടെ അതിനു വേണ്ടി നല്ല സഹായങ്ങളുമായി കടന്നു വരികയാണ്. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ. അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് കാലങ്ങളായി ഹബീബായ തങ്ങളുടെ നബിദിനമായ അവിടുത്തെ ജന്മദിനം കൊണ്ട് പരിശുദ്ധമായ റബീഉൽ കടന്നു വരുമ്പോ അല്ലാഹ് നല്ല രൂപത്തിൽ ഹബീബിനെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. അതിനു വേണ്ടി മുമ്പ് കാലത്ത് ഒരുപാട് ആളുകൾ സഹായിച്ചവരായിരുന്നു. കഷ്ടപ്പെട്ടവരും ഓടി നടന്നവരും ശബ്ദിച്ചവരുമായിരുന്നു. അവരിൽ പലരും മരിച്ചുപോയി. പടച്ചോന് അവർക്കെല്ലാം റബ്ബേ ഹബീബായ തങ്ങളുടെ പ്രത്യേകമായ മദദ് അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ നോട്ടമുള്ള ഖബറുകളായി ആ മരിച്ചുപോയ ആളുകളുടെ ഖബറുകൾ ഏറ്റെടുക്കണേ റഹ്മാനെ. അല്ലാഹുള്ള ഞങ്ങളുടെ ജീവിതത്തിലും അവിടുത്തെ തിരുനോട്ടം നീ എപ്പോഴും നൽകണേ അല്ലാഹ്. നീ നൽകണേ റബ്ബേ. പടച്ചവനെ, ഹോസ്പിറ്റലുകളിൽ വീടുകളിൽ രോഗികളായി കഴിയുന്ന ഒരുപാട് ചെറിയവരും വലിയവരും ആണുങ്ങളും പെണ്ണുങ്ങളുമായ പലരുമുണ്ട്. പരിപൂർണ്ണ ശിഫാഅ നൽകല്ല, ആഫിയത്ത് നൽകല്ല, വേദനകൾ ലഘൂകരിക്കണേ റബ്ബേ. പടച്ചവനെ, നമ്മുടെ ദുആ നീ ഖബൂലാക്കല്ല. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത ശംസുൻ അൻത ബദറുൻ അൻത നൂറുൻ ഫൗഖ നൂരി أنت كثير وغالي أنت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.